ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാലതി ഗംഗാധരൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, പോകുമ്പോൾ നമുക്ക് അലീനയും കൂടെ വീട്ടിലേക്ക് കൂട്ടാന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് വൈജയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, എന്തിനാ മാലതി ആളി കത്തുന്ന വീട്ടിൽ നിന്ന് കഴുക്കോല് ഇളക്കിയിട്ട് നമ്മൾ പോകുന്നത്, എനിക്കെങ്ങും വയ്യ അവരോട് സംസാരിക്കാൻ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വൈകിട്ടാണെങ്കിലും ഇവർ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് കേട്ടോ. ഗംഗാധരനെ കണ്ട വൈജയാണെങ്കിൽ പരാതിയുമായിട്ട് ചെല്ലാണ് ബാലചന്ദ്രൻ. വൈജയെ കാണാൻ കൂട്ടാക്കുന്നില്ല എന്ന പരാതിയുമായിട്ട്. എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്തതെന്ന്, എന്നെ മാത്രം കാണാൻ കൂട്ടയ്ക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഗംഗാധരനും പറയുന്നുണ്ട്, വൈജയെ നീ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ വൈജ അങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, നീ വീട്ടിൽ കാട്ടിക്കൂട്ടിയ ഓരോരോ പ്രശ്നങ്ങൾ കാരണം തന്നെയാണ് ബാലചന്ദ്രൻ ഇന്നിവിടെ കിടക്കുന്നത് എന്ന് സ്വന്തം സഹോദരനും കൂടി പറയുമ്പോൾ വൈജയ്ക്ക് അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റണില്ല. അപ്പൊ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതിനുശേഷം തിരിച്ചു വരുന്ന മാലതിയും ഗംഗാധരനും കൂടി പറയുന്നുണ്ട്, ഗംഗേട്ട എനിക്കൊരു സംശയമുണ്ട്. നിന്റെ സംശയം എന്താന്ന് എന്ന് പറയുമ്പോൾ എനിക്ക് അലീനയെ കുറിച്ചാണ് സംശയം. ഓക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗംഗാധരൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, അച്ഛന് ആ സ്ത്രീയെ അറിയായിരിക്കും, അപ്പോ അലീനയെ കാണാൻ തന്നെ ആയിരിക്കും അച്ഛൻ കഴക്കൂട്ടത്തിലേക്ക് പോയത് എന്ന് പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് കേട്ടോ, അതായിരിക്കും വൈജയന്തി അന്ന് പ്രസവിച്ച ഒരു പെൺകുഞ്ഞ് എന്ന് പറഞ്ഞില്ലേ, അവൾ തന്നെ ആയിരിക്കും ഈ അലീന എന്ന് പറയുമ്പോൾ നമ്മുടെ മാലതി ഞെട്ടി നിൽക്കുന്ന ഒരു അടിപൊളി പ്രൊമോ ആണ് കണ്ടത്.